ഗർഭത്തിൽ നിന്നും വഴുതി വീണ് ജന്മമെടുത്ത് പിൽക്കാലത്ത് മഹാമുനിവര്യനായ ശ്രേഷ്ഠന്റെ നാമധേയം ച്യവന മഹർഷി. ത്രിമൂർത്തികളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ബ്രഹ്മദേവന്റെ പുത്രനായ ഭൃഗുമഹർഷിക്ക് ഖ്യാതിയിൽ ജനിച്ച പുത്രനാകുന്നു ച്യവനൻ. ഖ്യാതിയുടെ ഗർഭത്തിൽ നിന്നും ച്യവനൻ ഉടലെടുത്തത് ഗർഭം പൂർത്തിയാകുന്നതിന് മുൻപായിരുന്നു. പുലോമൻ എന്ന രാക്ഷസനാൽ ഖ്യാതി അപഹരിക്കപ്പെടുകയും ആ ഒരു ഉത്കണ്ഠയിൽ അവളുടെ ഗർഭത്തിൽ നിന്നും കുഞ്ഞ് വഴുതി വീഴുകയും ദിവ്യത്വമുള്ള കുഞ്ഞായിരുന്നതിനാൽ തന്നെ ച്യവനൻ ആ അസുരനിൽ ദൃഷ്ടി പതിപ്പിക്കുകയും ആ മാത്രയിൽ തന്നെ അവൻ ഭസ്മമായി തീരുകയും ചെയ്തു. അങ്ങനെ ആ കുഞ്ഞു വളർന്നു പിതാവായ ഭൃഗുവിനെ പോലെ തന്നെ മഹാതപസ്വിയും മുനിശ്രേഷ്ഠനുമായി തീർന്നു. കാലങ്ങളോളം തപസ്സിൽ മുഴുകിയിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരിക്കൽ തപസ്സിൽ തുടർന്നിരുന്ന ച്യവനന് ചുറ്റുമായി ചിതൽപുറ്റ് ഉണ്ടായി. ക്രമേണ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ചിതൽ കൂടുകൂട്ടി. ഇതൊന്നും ച്യവനൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം തപസ്സിൽ മുഴുകി. അങ്ങനെയിരിക്കെ ശര്യാതി മഹാരാജാവിൻ്റെ ഏകപുത്രിയായിരുന്നു സുകന്യ. അവൾ വിനോദത്തിനായി കാട്ടിലേക്ക് ഗമിച്ചു. അങ്ങനെ യാത്ര തുടർന്നപ്പോൾ അവൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വലിയൊരു ചിതൽപുറ്റ് കാണാനിടയായി. ആ ചിതൽപുറ്റിൻ്റെ അടുത്തേക്ക് ചെന്നു. സൂക്ഷ്മതയോടെ ആ രാജകുമാരി ആ ചിതൽപുറ്റിലേക്ക് വീക്ഷിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ചിതൽപുറ്റിനുള്ളിൽ മിന്നാമിനുങ്ങ് പോലെ എന്തോ മിന്നുന്നു. ഇവ എന്തെന്ന് അറിയുവാൻ കൗതുകത്തോടെ ഒരു ചെറിയ കമ്പെടുത്ത് ആ തിളക്കമുള്ള വസ്തുവിലേക്ക് മാറി മാറി കുത്തി. അപ്പോഴേക്കും ചിതൽപുറ്റിൽ നിന്നും ഒരു രോദനം കേട്ടു. ആ ശബ്ദം കേട്ട മാത്രയിൽ പേടിച്ചരണ്ടുപോയി സുകന്യ. ആ പെൺകുട്ടി അവിടെ നിന്നും അതിശീഘ്രം തന്നെ കൊട്ടാരത്തിലേക്ക് ഗമിക്കണമെന്ന് തോഴിമാരോട് ആരാഞ്ഞു. പേടിയുടെ കാരണത്താൽ തന്നെ രാജകുമാരി സുകന്യ ഈ വൃത്താന്തം ആരോടും പറഞ്ഞതുമില്ല. ച്യവന മഹർഷിയുടെ നേത്രങ്ങളായിരുന്നു ചിതൽപുറ്റിനുള്ളിൽ ഇരുന്ന് തിളങ്ങിയിരുന്നത്. അതായിരുന്നു സുകന്യയാൽ നശിപ്പിക്കപ്പെട്ടതും. എന്നാൽ ആ സാധുവായിരുന്ന അദ്ദേഹം ആരോടും കോപിക്കാനോ ആരെയും ശപിക്കാനോ മുതിർന്നില്ല. ച്യവനൻ തപസ് തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ശര്യാതി മഹാരാജാവിൻ്റെ രാജ്യത്തും കൊട്ടാരത്തിലും നിരന്തരം പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. പട്ടിണിയും പ്രകൃതിക്ഷോഭവും ആരോഗ്യ പ്രശ്നങ്ങളുമെല്ലാമായി തുടർന്നു. മഹാരാജാവ് ചിന്തിച്ചു, കുറച്ചു കാലമായി ഇതെന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത്? ഇതിനുള്ള കാരണം എന്താണ്? അതിനായി അദ്ദേഹം ജ്യോതിഷ പണ്ഡിതന്മാരെ സമീപിച്ചു. അവരിൽ നിന്നും തൻ്റെ സുപുത്രിയായ സുകന്യയിൽ നിന്നും സംഭവിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയ മാത്രയിൽ തന്നെ അദ്ദേഹം പരിവാര സമേതനായി വനത്തിലേക്ക് ച്യവനന്റെ സമീപത്തേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി ച്യവനനോട് മാപ്പപേക്ഷിച്ചു. കൂടാതെ കൊട്ടാരത്തിലേക്ക് ആഗതനാകണമെന്ന് വിനയപൂർവ്വം അരുൾ ചെയ്തു. എന്നാൽ ആ മഹാതപസ്വി തൻ്റെ തപസ്സിൽ ഭംഗം വരുമെന്ന് കരുതി അതിന് തയ്യാറായില്ല. എങ്കിലും മഹാരാജാവ് ച്യവന മഹർഷിക്കായി എന്തെങ്കിലും സേവനം ചെയ്യുവാൻ ആഗ്രഹിച്ചു. ച്യവനൻ ശാന്തമായി പറഞ്ഞു, എങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങയുടെ പുത്രിയെ നമുക്ക് വിവാഹം ചെയ്തു തരുമോ എന്ന്. ച്യവനന്റെ ആവശ്യം മഹാരാജാവ് സുകന്യയെ അറിയിച്ചു. സുകന്യയും വിവാഹത്തിനായി സമ്മതം മൂളി. രാജകീയ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് സുകന്യ ച്യവനന്റെ അർദ്ധാംഗിനിയായി. ദിവസങ്ങളും കാലങ്ങളുമെല്ലാം കടന്നുപോയി. ആ ദമ്പതികൾ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി എല്ലാം ജീവിച്ചു. അങ്ങനെ ഇരിക്കും വേളയിൽ അശ്വനി ദേവതകൾ സുന്ദരിയായ സുകന്യയെ കാണാനിടയായി. സുകന്യയിൽ ആകൃഷ്ടരായ അവർ അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു. അവളോട് അക്കാര്യം പറയുകയും ചെയ്തു. എന്നാൽ പതിവ്രതയായ സുകന്യ അതിന് വിസമ്മതിച്ചു. അങ്ങനെ അവളോട് കോപിതരായ അശ്വനി കുമാരന്മാർ ഒരിക്കൽ ച്യവനൻ സ്നാനത്തിനായി പൊയ്കയിലേക്ക് ഇറങ്ങും വേളയിൽ അദ്ദേഹത്തോടൊപ്പം അവരും ഇറങ്ങി. മുങ്ങി നിവർന്നപ്പോൾ
ഒരേപോലെയുള്ള 3 കുമാരന്മാരെ കണ്ടു. അതിൽ തൻ്റെ പതി ആരെന്ന് മനസ്സിലാക്കാൻ കഴിയാഞ്ഞ സുകന്യ ദേവി പാർവതിയോട് പ്രാർത്ഥിച്ചു തൻ്റെ പതിയെ കാട്ടിക്കൊടുക്കുവാൻ. ദേവി അരുൾ ചെയ്തു, ദേവന്മാർ കണ്ണിമ ചിമ്മില്ല എന്ന്. കണ്ണിമ ചിമ്മുന്നതാരാണോ അതാകുന്നു നിന്റെ പതിയെന്നും. സുകന്യ ച്യവനനെ തിരിച്ചറിഞ്ഞു. സുകന്യയുടെയും ച്യവനന്റെയും ദാമ്പത്യത്തിലും സ്നേഹത്തിലും സന്തോഷചിത്തരായ അശ്വനീകുമാരന്മാർ ച്യവനന്റെ നിത്യ യൗവനത്തിനായി ഒരു ഔഷധക്കൂട്ടുകൊണ്ട് ഒരു ദിവ്യ ഔഷധം നിർമ്മിച്ചു. അതാകുന്നു ച്യവനപ്രാശം.